നമസ്കാരം. പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ ഗ്ലോബൽ, അങ്ങനെ ഒരു പാൻ ഗ്ലോബൽ എന്നുള്ളൊരു യൂസേജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വിശ്വപൗരൻ അല്ലെങ്കിൽ വിശ്വപൗര അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ കാലത്തും പറയാൻ കഴിഞ്ഞിരുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം. ഇന്ത്യയുടെ ദേശീയതയോട്, ആഗോള സാർവദേശീയതയോട് എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോന്നിരുന്ന ഒരു ജനസമൂഹം. ആ വിശാലത ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിലേക്ക് മലയാളി നയിച്ചിരുന്നു. വർണ്ണവറിയുടെ ഇന്നലെകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത പാശ്ചാത്യ ലോകത്തെ പോലെ, രണ്ടാം ലോക മഹായുദ്ധാനന്തര പാശ്ചാത്യ ലോകത്തെ പോലെ മുന്നേറാൻ, ആ പാശ്ചാത്യ ലോകത്തിന് സമാനമായ രീതിയിൽ ആഗോളതലത്തിൽ മുന്നേറാൻ കേരളത്തെ സഹായിച്ചതിന് പിന്നിൽ ഈ ഒരു മനസ്സുണ്ട്. മറ്റൊരു ഭാഷയിലെ പാട്ട് കേൾക്കുമ്പോൾ, മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ, മറ്റൊരു നാട്ടിൽ പോയി ആ നാട്ടുകാരനായി ജീവിക്കുമ്പോൾ, മറ്റൊരു നാട്ടുകാരൻ, മറ്റൊരു ഭാഷക്കാരൻ തൻ്റെ നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ തനിക്ക് ഇതുവരെ ആസ്വദിക്കാനും അറിയാനും കഴിയാത്തതിനേക്കാൾ കൂടുതൽ തനിക്ക് അറിയാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് വലിയൊരളവോളം മലയാളി ജീവിച്ചത്. ഇത് മലയാളിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടല്ല, സാർവദേശീയതയിലേക്ക് എത്താൻ ഒരു പൗരന് എങ്ങനെ കഴിയുന്നുള്ളതിൻ്റെ തെളിവാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പുരോഗതിയും ഇതിൽ നിന്ന് ഇതുമായി ചേർന്ന് പോകുന്നതാണ്. കാരണം ജാതി വ്യവസ്ഥ അടക്കമുള്ള തിന്മകളെ പൂർണ്ണമായും എതിർക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോഴും കേരളത്തിലെ രാജവംശങ്ങൾ എന്തൊക്കെ പിഴവുകളും കുറവുകളും അവയ്ക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാലും വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സംവിധാനങ്ങളിൽ വിദേശിയുടെ വഴി പിന്തുടരാൻ അല്ലെങ്കിൽ വിദേശ സഹായം സ്വീകരിക്കാൻ, അവിടെ സഹായമല്ല അതൊരു മാതൃകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാൻ കാണിച്ചതിൻ്റെ ഫലമാണ് കേരളത്തിലുണ്ടായ ഒരു സാമൂഹിക പുരോഗതി. കേരള വിദ്യാഭ്യാസം, കേരള എക്കണോമി എന്ന ലേഖനം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിന് സംഭവിച്ച ഇടിവുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രാദേശിക ദേശീയതയിലേക്ക് പോകണമോ അല്ലെങ്കിൽ പോകാൻ നിർബന്ധിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാളി എത്തുകയാണ്. ഇതിൽ ആദ്യത്തേത് ആഗോളതലത്തിൽ നടക്കുന്ന കുടിയേറ്റത്തോടുള്ള വിമുഖതയാണ്. അത് വലിയൊരുവോളം മലയാളിയെ ബാധിക്കില്ലെങ്കിൽ പോലും ആഗോളതലത്തിൽ ജനസംഖ്യയും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും യുദ്ധങ്ങളും എല്ലാം സൃഷ്ടിക്കുന്ന സാമൂഹികമായ ചില അരക്ഷിതാവസ്ഥ, ആ അരക്ഷിതാവസ്ഥയുടെ ഫലമായി ഏറ്റവും മികച്ചവർക്കും അത് കഴിഞ്ഞാൽ പ്രത്യേക സിദ്ധികളും ആവശ്യമില്ലാത്ത തൊഴിലാളികൾക്കും മാത്രമായിട്ട് ജോലി പരിസരം മാറിയേക്കാം. അത്തരമൊരു ഘട്ടത്തിൽ കുടിയേറ്റത്തിന് ഒഴുക്ക് നിലയ്ക്കുകയും കേരളത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാം. അത്തരമൊരു ഘട്ടത്തിലാണ് സാർവദേശീയതയും ദേശീയതയും വിട്ടുകൊണ്ട് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി അത് ഭാഷയുടെ കീഴിൽ ഒന്നിക്കണമെന്ന ധാരണയിലേക്ക് എത്താൻ മലയാളി നിർബന്ധിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വയനാട്ടിലെ ചൂരൽമലയായാലും കേരളത്തിലെ ഡാമുകളോടുള്ള സമീപനമായാലും വലിയൊരുവോളം വലതുപക്ഷം രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടില്ല. കേരളത്തിലെ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണവും ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണവും ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളുടെ സംയോജനവുമെല്ലാം ഇത്തരമൊരു വലതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്ലാമിക ഭീകരവാദത്തോട് സന്ധി ചെയ്യുക അല്ലെങ്കിൽ സംഘടിത വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ബാങ്കോട് സന്ധി ചെയ്യുക എന്നതിൻ്റെ ഫലമായിട്ട് ഒരു സംഘടിത വോട്ട് ബാങ്കായി ഹിന്ദു സമൂഹം മാറിയതിൻ്റെ അപകടകരമായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരുപാട് മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് TM കൃഷ്ണയ്യർ. എല്ലാം തികഞ്ഞ ഏറ്റവും ആദർശവാനായ ഒരു പാട്ടുകാരനൊന്നും അല്ലെങ്കിൽ പോലും സാമൂഹിക, സാംസ്കാരിക, കലാമേഖലകളിൽ സവർണരുടെ അല്ലെങ്കിൽ സവർണരിൽ സ്ത്രീ പ്രത്യേകിച്ച് പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രാഹ്മണിസത്തിൻ്റെ, ഹിന്ദുമതം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ബ്രാഹ്മണിസത്തിൻ്റെ ഏറ്റവും വലിയ കയ്യൊപ്പാണ്
കേരളത്തിലെ സവർണ്ണകല അല്ലെങ്കിൽ ഇന്ത്യയിലെ സവർണ്ണകലകൾ എന്ന് പറയുന്നത്. ആ സവർണ്ണകലകൾക്കെതിരെയുള്ള എത്രത്തോളം ആത്മാർത്ഥത എന്ന് നമുക്ക് സംശയിക്കാമെങ്കിൽ പോലും വലിയൊരു പോരാട്ടമാണ് ടി എം കൃഷ്ണൻ നടത്തിയത്, അല്ലെങ്കിൽ വലിയൊരു തുറന്നു പറച്ചിലാണ് ടി എം കൃഷ്ണൻ നടത്തിയത്. ആ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് എം എസ് സുബ്ബലക്ഷ്മിയോട് നമ്മൾ കാണുന്നത്. അതിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ ഞാൻ സ്ഥിരമായി പോകുന്ന പാലക്കാട് ചിന്മയ മിഷൻ അമ്പലം. അവിടുത്തെ അശേഷാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമിയും അയാൾക്ക് ചുറ്റുമുള്ള അംഗരക്ഷകരും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്, ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ എന്ന്, ഗുരുവായൂർ അമ്പലം എന്നൊക്കെയാണ് പാലക്കാടുള്ളവർ പറയുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയാണ് അവിടെയുള്ളത്, അശേഷാനന്ദയുടെ പ്രതിഷ്ഠയാണ്, ജീവിച്ചിരിക്കുന്ന അശേഷാനന്ദയുടെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ സംശയിച്ചു. സന്യാസിമാരും പൂജാരിമാരുമൊക്കെ നമ്മളിൽ ഒരാളായിട്ടും ദൈവദാസന്മാരായിട്ടും പത്മനാഭദാസരായിട്ടുമൊക്കെ ഇരുന്നിരുന്ന ഒരു ഭരണ മത സംസ്കാരത്തിൽ നിന്ന് മാറി ഇത്തരം വ്യക്തികളിലേക്ക്, ഒരുപക്ഷെ ചിദാനന്ദ ഗുരുവോളം അപകടകാരി എന്ന് പറയാവുന്ന ഒരു സംവിധാനം, ഒരു വ്യക്തിയിലേക്ക് ഇത്തരം വ്യക്തികൾക്ക് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചർച്ച ചെയ്തതുപോലെ അമ്പലങ്ങളും സന്യാസിമാരും പൂജാരിമാരും കേന്ദ്രീകരിച്ച ഒരു കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന ധാരണയിലേക്ക് ഹിന്ദു സമൂഹം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യുന്നു. ആ ഹൈന്ദവ ഏകീകരണത്തിൻ്റെ പലതലങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹൈന്ദവ ഏകീകരണം സ്വന്തം മതജാതി വിശ്വാസത്തിൽ അടിയുറച്ചിട്ടുള്ള ഒരു ഏകീകരണം ലോകമെമ്പാടും നടക്കുന്നതിൻ്റെ പ്രതിഫലനത്തെയാണ് നമ്മൾ വലതുപക്ഷം എന്ന് വലിയ അളവോളം പറയുന്നത്. ഈ വലതുപക്ഷത്തെ എല്ലാം കൊണ്ടും കാരണക്കാരായിട്ടുള്ളത് ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രാദേശിക ദേശീയത എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തുമുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബാഴ്സലോണയിലും കൊറിയയിലും ജപ്പാനിലും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്രയധികം വൈരുദ്ധ്യങ്ങളും ഇത്രയധികം വലിപ്പത്തിൽ ഏറ്റക്കുറിച്ചുകളെല്ലാം ഉള്ള ഒരു പ്രാദേശികത ഇന്ത്യയിലെ പോലെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ പ്രാദേശികതയോട് ചേർന്ന് പോകാതെ തന്നെ നിന്നു എന്നുള്ളതാണ് ആഗോളതലത്തിൽ കേരളത്തിന് ലഭിച്ചൊരു സ്വീകാര്യതയുടെ കാരണം. എന്നാൽ ആ സ്വീകാര്യത, ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകാൻ കേരളത്തിൽ പ്രേരിപ്പിക്കുന്ന വിധമാണ് ചൂരൽമഴ ദുരന്തമടക്കമുള്ള വിഷയങ്ങളുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രതികരണം. ഇതിൽ വലിയ അളവോളം ചന്ദ്രബാബു നായിഡുവിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും പ്രാദേശിക ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യ നേരിടാൻ പോകുന്ന അടുത്ത ഏറ്റവും വലിയ ഭീഷണിയാണ്. ഏകീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ഭിന്നിപ്പിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവിലേക്ക് RSS എത്തേണ്ടിയിരിക്കുന്നു. ബ്രാഹ്മണിസം എന്ന വലിയ തിന്മയെ നേരിടാനുള്ള ആർജവം കാണിക്കാതെ ഗോൾവാർക്കറേയും സവർക്കറേയും പോലെയുള്ള ബിംബങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ജാതീയതയെ എതിർക്കാതെ ഒരു ഒന്നിപ്പിക്കൽ, SDPI ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം വോട്ടുകൾ വാങ്ങുന്ന രീതിയിലുള്ള ഒരു ഒന്നിപ്പിക്കലുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള RSSൻ്റെ ശ്രമം, അല്ലെങ്കിൽ BJPയുടെ ശ്രമം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ശ്രമം വിജയിക്കുന്നത് നരേന്ദ്രമോദിക്ക് ആഗോളതലത്തിലുള്ള സ്വീകാര്യതയുടെ പേരിലാണ്. ആ സ്വീകാര്യത നഷ്ടപ്പെടുന്ന നിമിഷം ഇത് തിരിച്ചടിക്കുമെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള കോൺഗ്രസ്സിൽ ഘടകകക്ഷികൾ സമ്മർദ്ദ ശക്തിയായി മാറിയത് ഇതിനുള്ള തെളിവാണ്. എന്നാൽ കോൺഗ്രസ് ഏതെങ്കിലും തീവ്രമായ ആശയത്തിൻ്റെ പേരിൽ ഒന്നിച്ചതല്ല. ഭിന്നിപ്പിക്കാനും ഒന്നിപ്പിക്കാനും വളരെ എളുപ്പമുള്ളൊരു സംവിധാനമാണ് കോൺഗ്രസിൻ്റേത്. എന്നാൽ RSSൻ്റേത് അങ്ങനെയല്ല. പലപ്പോഴും തങ്ങളുടെ ആശയം, തങ്ങളുടെ ആദർശം പരസ്യമായി തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു തുറന്നു പറയാൻ ആത്മാർത്ഥത RSS കാണിച്ചത് കൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ വോട്ടുകളുടെ അടക്കം അന്താരാഷ്ട്ര തലത്തിലേക്കടക്കം RSSന് ഉയർന്നു പോകാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഇന്ത്യ എന്ന ദേശീയതയോട് ചേർന്ന് പോകാനും അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും കാണിക്കുന്ന മനസ്സും ഉപയോഗിച്ചാണ് അവർ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറുകയും, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയമായ അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ മുഖം വരുമ്പോൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ച തീവ്ര വികാരങ്ങൾ, തീവ്ര മത വികാരങ്ങൾ, തീവ്ര ജാതി വികാരങ്ങൾ RSS വീണ്ടും ഉയർത്തിക്കൊണ്ടുവിടുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. TM കൃഷ്ണയുടെയും MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള പുരസ്കാരമെല്ലാം ഇതിൻ്റെ മറ്റ് പല തെളിവുകളാണ്. കസ്തൂരിയെ പോലെയുള്ളവർ, സായി ദീപകിനെ പോലെയുള്ളവരാണ് BJPയുടെ പ്രതിനിധികളായിട്ട്
ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ഹിന്ദു ഒന്നാവണമെന്നും ഹിന്ദു ഒന്നാകുമ്പോൾ ഹിന്ദു ജാതീയതയെ വലിച്ചെറിയേണ്ടതില്ല എന്നും സ്വന്തം ജാതിയിൽ അഭിമാനിക്കണമെന്നും പറയുന്ന ഒരു വളരെ വികൃതമായ ഒരു മാനസികാവസ്ഥയാണ് RSS വരുത്തിക്കാട്ടുന്നത്. എന്നാൽ ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് RSS ചിന്തിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു വികാരം കൊണ്ട് ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ജാതീയതയെ അതിൻ്റെ തീക്ഷണമായ അർത്ഥത്തിൽ നേരിട്ട് അനുഭവിച്ച ഒരുപാട് സമൂഹങ്ങൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. അതിനെതിരെ പൊരുതി ജയിച്ച ഒരു ചരിത്രമുള്ള കേരളത്തിന് അതുകൊണ്ട് തന്നെ ജാതീയതയുമായി ബന്ധപ്പെട്ട ഒരു സവർണ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല BJP അകറ്റി നിർത്തുന്നത്, മറ്റു പ്രദേശങ്ങൾ അകറ്റി നിർത്തുന്ന പോലെ. അവിടെയാണ് TM കൃഷിയും ബ്രാഹ്മണിസവും പ്രാദേശിക ദേശീയതയും നിർണായകമാവുന്നത്. വോട്ട് ബാങ്കായി ഉയർന്നാൽ മാത്രമേ, സംഘടിത വോട്ട് ബാങ്കായി ഉയർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന ധാരണയിലേക്ക് ഹിന്ദു സമൂഹങ്ങൾ എത്തിയ പോലെ, കർഷക സമരം നമ്മളെ കാണിച്ചെന്ന പോലെ ഇന്ത്യയിലെ ഓരോ ഭാഷക്കാരനും ആ രീതിയിൽ ചിന്തിക്കാൻ നടന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് BJP നമ്മളെ എത്തിക്കുന്നു. ഘടകകക്ഷി രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദത്തിലേക്ക്, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സമ്മർദ്ദത്തിലേക്ക് BJP വഴുതി വീഴുമ്പോൾ ആന്ധ്രയും തെലുങ്കാനയുമായി വിഭജിക്കപ്പെട്ട തെലുഗു രാഷ്ട്രീയത്തിലേക്ക് വലിയൊരു കടന്നുകയറ്റത്തിനുള്ള വഴി BJPക്ക് ഇപ്പോൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. അല്ലു അർജുനിലൂടെ രേവന്ത് റെഡ്ഡി, പണ്ട് RSSകാരനായിരുന്ന രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ പേരിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു പ്രാവശ്യം മോഡിയെ പോയിട്ട് സംസാരിച്ച സമയത്ത് വലിയ വിമർശനങ്ങളൊന്നും ഉയർന്നില്ല എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ ആന്ധ്ര രാഷ്ട്രീയം കരുണാകരനെ പുറത്താക്കാൻ നരസിംഹറാവു അടക്കമുള്ളവർ നടത്തിയ ശ്രമങ്ങൾക്ക് വ്യക്തമായ ആധികാരികമായ രേഖകളും തെളിവുകളും ഓർമ്മകളുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ആ പ്രാദേശിക രാഷ്ട്രീയത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സംഘടിത വോട്ട് ബാങ്ക് ആവുന്നത് വരെ നിങ്ങളെ ഞങ്ങൾ ഗൗനിക്കില്ല എന്നുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയം, ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളോട് കോൺഗ്രസ് കാണിച്ച ആ രാഷ്ട്രീയമാണ് കാസിയായി വന്നത്, ചിദാനന്ദപുരിയും അശേഷാനന്ദയൊക്കെ ആയിട്ട് വന്നത്, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരൊക്കെ ആയിട്ട് വന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രാദേശിക ദേശീയതയ്ക്ക് ഒരു വലിയ വോട്ട് ബാങ്കായി പ്രാദേശിക ഘടകകക്ഷിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ വോട്ടുകളെല്ലാം തങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന രീതിയിലേക്ക് BJP വളരെ നമ്മൾ കാണുന്നുണ്ട്. അഖിലേഷ് യാദവിൻ്റെയോ മമതാ ബാനർജിയോ പോലെയുള്ള വിരലിലെണ്ണാവുന്ന ചില പാർട്ടികൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറെക്കുറെ ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു, രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവരുടെ എല്ലാം വോട്ടുകൾ, അത് ദളിത് വോട്ടുകളാവാം, മറാഠ വോട്ടുകളാവാം, അതിതീവ്ര വോട്ടുകളെല്ലാം ആവാം, ഈ വോട്ടുകളിലേക്കെല്ലാം തിരിച്ചെത്താൻ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന അവർ പറയുന്ന ആശയങ്ങളെയൊക്കെ പൂർണ്ണമായി പിന്തള്ളാൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലെല്ലാം സമ്മർദ്ദമുണ്ടാകും. അതിൽ BSPയും ഉദ്ധവ് ഠാക്കറെയുമുണ്ട്. അപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഏകീകൃത വ്യവസ്ഥയിലേക്ക് പോകാൻ BJP ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിലേക്ക് കേരളം വഴി വീഴുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. പലപ്പോഴും നിസ്സഹായാവസ്ഥയിലേക്ക് ഇത് കേരളത്തിലെ ഏക BJP MP എത്തിക്കുമെന്നുള്ളതും BJP തിരിച്ചറിയേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ തങ്ങൾക്കൊരു എതിരാളിയല്ല എന്നുള്ളതും, തങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയാത്തിടത്തോളം കാലം CPM കേരളത്തിൽ തുറന്നോട്ടെ എന്നും ഉള്ള ചിന്താഗതിയിലൂടെ എത്ര കാലം BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് BJP ചിന്തിക്കേണ്ടതുണ്ട്. മോഡിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ഘടകകക്ഷികളെല്ലാം ഉയർത്താൻ പോകുന്ന സമ്മർദ്ദം അതുകൊണ്ട് നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് മമതാ ബാനർജിയൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മമതാ ബാനർജിക്ക് തടസ്സമാവുന്നത് ഒരു പ്രാദേശിക മുഖമാണ്. എന്നാൽ ഇതിനേക്കാൾ തീവ്രമായ പ്രാദേശിക മുഖമുള്ള ഇടങ്ങളാണ് ആന്ധ്രാപ്രദേശൊക്കെ. അപ്പോൾ ആ പ്രാദേശികതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിലുണ്ടാകുന്ന പ്രാദേശിക ദേശീയതയുണ്ട്, അതുതന്നെയാണ് അപകടകരമാകുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ഒക്കെ ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് വിശ്വസിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് പലതുകൊണ്ടും അതിനെ കഴിയുന്നില്ല എന്നുള്ളതാണ്.
അവിടെയാണ് പ്രാദേശിക ദേശീയതയിലേക്ക് മലയാളി കടക്കുമെന്നുള്ള ഭയം നമുക്കുണ്ടാകുന്നത്. കാരണം അതൊരു തരം വലതുപക്ഷമാണ്, മതവും ജാതിയും പോലെ തന്നെ ഒരു വലതുപക്ഷമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ അത് വേണ്ടേ എന്നുള്ളതാണ്. കാരണം ഒരു സാർവദേശീയതയും സാമൂഹിക പുരോഗതിയുമൊക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ തിരിച്ചടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് സീറ്റുകളുടെ എണ്ണത്തിലായാലും ജനസംഖ്യയുടെ കണക്കെടുത്തുള്ള സീറ്റുകളുടെ എണ്ണത്തിലായാലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ മഹാരാഷ്ട്രയിൽ അത് 288ആണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അതിന് ഇരട്ടിയിലധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള 3 4 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. അപ്പോൾ അത്തരമൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പ്രാദേശികമായ വോട്ട് ബാങ്കായിട്ട് കേരളം മാറിയേക്കാം. അവിടെയാണ് നമ്മൾ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാന നിലപാടിലേക്ക് എത്തേണ്ടത്. കാരണം ദേശീയതയിലേക്ക് മുസ്ലിം സമൂഹത്തെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം നേതൃനിര ഏറ്റെടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ സ്വന്തം ആളാണെന്ന് ഏറ്റവും ചുരുങ്ങുന്നത് BJP-കാരെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു പറ്റം ആളുകൾ കോൺഗ്രസ് നിരയിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് നിരയിലുണ്ട്. അതിൽ സതീശനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അത്ര ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. എന്നാൽ ആ നയം തങ്ങളെ തിരിച്ചടിക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയുകയും അവർ തങ്ങളുടെ രീതി മാറ്റുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ദേശീയതയും പ്രാദേശിക ദേശീയതയുമൊക്കെ പ്രധാനപ്പെട്ടാവുന്നത്. അതിതീവ്ര ദേശീയത ഇല്ലാതെ തന്നെ ജീവിക്കുന്ന നാടിനോടും ആ നാടിൻ്റെ സംസ്കാരത്തോടും ആ നാടിൻ്റെ രീതികളോടും, ആ നാടിൻ്റേത് വിശേഷം ഒരു വൈവിധ്യമാർന്ന സംസ്കാരമാണെങ്കിൽ, ഒരു മതത്തിനും പൈതൃകം അവകാശപ്പെടാൻ പറ്റാത്തൊരു സംസ്കാരമാണെങ്കിൽ ആ നാടിൻ്റെ ദേശീയതയോടും ചേർന്ന് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായും ഇപ്പോൾ 1965-75 ശേഷം ജനിച്ചവരിൽ ഏറ്റവും ചുരുങ്ങി 80% ആളുകളെങ്കിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് ആകർഷകരാണെന്നുള്ളത് നമുക്ക് യൂട്യൂബ് ചാനലുകളിലെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ അറിയാം. അതിന് നേരിടേണ്ട ഉത്തരവാദിത്തം മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു, മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേശീയത എന്ന വികാരത്തിന് കീഴിൽ ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടി 1.5 കിലോമീറ്റർ മാത്രമാണ് എൻ്റെ വീട്ടിലേക്കുള്ളത്. അവിടെ നിന്നും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പാണ് പുതുപ്പരിയാരം എന്ന് പറയുന്ന സ്ഥലം. ആ പുതുപ്പരിയാരത്ത് ഹമാസിൻ്റെ ഭീകരവാദിയുടെ ഒരു ഫ്ലക്സ് ഉണ്ട്. ഇത് ഒരു മതേതരവാദിയായുള്ള മനസ്സ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയോ ക്രിസ്തുവാദിയോ ആയ ഒരാളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വിശ്വാസിയായ മതേതരവാദിയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കഴിയേണ്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ പൂർണ്ണമായും മുസ്ലിം ലീഗിന് കീഴടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന മുസ്ലിം നേതൃനിര കേരളത്തിൽ ഇല്ലാതെ പോകുന്നുണ്ട്. ഇന്ത്യയിലെമ്പാടും അത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും മുസ്ലിം വോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കളുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ദേശീയതയിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മുസ്ലിം സമൂഹം ചിന്തിക്കേണ്ടത്. ഇതുതന്നെയാണ് ദേശീയതയും പ്രാദേശിക ദേശീയതയുമെല്ലാം ഉരുത്തിരിയാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത്. കാരണം അത് BJPയും തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് TM കൃഷ്ണ നിർണായകമാണുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിങ്ങളുമായിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളുടെ സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടും അവരത് പരിഹാരം കാണാൻ തയ്യാറല്ല. കാരണം ബ്രാഹ്മണിസം, ജാതീയത, സവർണ മേൽക്കോയ്മ ഇത് നിലനിൽക്കേണ്ടത് RSSൻ്റെ ആവശ്യമാണ്. ഏറ്റവും ചുരുങ്ങുന്ന മോഹൻ ഭാഗവതിൻ്റെങ്കിലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോൾവാർക്കും സവർക്കറും ഒക്കെ ഇപ്പോഴും ബിംബങ്ങളെ തുടരുന്നത്. ഇസ്ലാമിക ഭീകരവാദത്തോടുള്ള പോരാട്ടത്തിൻ്റെ പേരിൽ മാത്രമാണ് RSS അടക്കമുള്ള സംഘടനകൾക്ക് ഇപ്പോൾ സ്വീകാര്യം ലഭിച്ചിരിക്കുന്നത്. അത് മോഡി അല്ലാത്ത മറ്റൊരു നേതാവ് വരുമ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രാദേശിക ദേശീയതയിലേക്കും
മതപരമായ കൂട്ടായ്മയിലേക്ക്, ഒന്നിപ്പിക്കലിലേക്ക് അഭ്യസ്തവിദ്യരായ ഹിന്ദു സമൂഹമടക്കം, പുരോഗമന കാഴ്ചപ്പാടുള്ള മലയാളികളടക്കമുള്ള സമൂഹം എത്തുന്ന ഭീകരമായിട്ടൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അസ്വസ്ഥമാക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച തന്നെയാണ് പ്രാദേശിക ദേശീയതയെ പുൽകാൻ ഓരോ സംസ്ഥാനവും ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന് അപ്പുറത്തേക്ക് പോകണമെന്നും ചന്ദ്രബാബു നായിഡുവിനെ പോലെ വിലപേശൽ രാഷ്ട്രീയത്തിൽ ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ലോക്സഭയിൽ അനായാസം ഭരണം ഉറപ്പിക്കാൻ കഴിയുന്ന തെലുഗു പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ BJP ശ്രമിക്കും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. സിനിമയും രാഷ്ട്രീയവും കുറച്ച് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടും അന്ധമായ വീരാരാധന നിലനിൽക്കുന്നതുമായ ഒരു പ്രദേശത്ത് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനെ കടന്നു കയറാൻ അവർ ഉപയോഗിക്കുന്ന വഴികൾ അവരുടെ ആശയങ്ങളെ അല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും ഇതിൻ്റെ അനുരണനങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക ദേശീയതയാണ്. പ്രാദേശിക ദേശീയതയുടെ സമ്മർദ്ദം ഓരോ പ്രദേശവും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അത് അസാമിലുണ്ട്, അത് ബംഗാളിലുണ്ട്, അത് മഹാരാഷ്ട്രയിലുണ്ട്. വലിയ റോൾ അതിന് പ്രതിരോധിക്കാൻ കഴിയുന്നതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ അന്ധമായ മുസ്ലിം പ്രീണനമാണ്. അതിൽ നിന്നും പുറത്തു കടക്കാൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മാർത്ഥം ഇല്ലാതെ ആണെങ്കിൽ പോലും ശ്രമിക്കുന്നത് പോലെ കോൺഗ്രസ് ശ്രമിക്കേണ്ടി വന്നാൽ ജാതീയത വീണ്ടും പുറത്തു വരികയും പ്രാദേശിക ദേശീയത വീണ്ടും പുറത്തു വരികയും ചെയ്യും. TM കൃഷ്ണയും ചൂരന്മാരെയും അതുകൊണ്ട് തന്നെ രണ്ട് വലിയ ബിംബങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒന്ന്, ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ കറയായ ബ്രാഹ്മണിസം. രണ്ട്, ഇന്ത്യയിൽ പ്രാദേശിക ദേശീയതയില്ലാത്ത ഒരു വലിയ വോട്ടിംഗ് ശക്തിയായി മാറാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ദുരന്തത്തോടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പ്രതികരണം. ഇത് രണ്ടും ഏത് രീതിയിലുള്ള പ്രതികരണം സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്ന വിശാലതയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കേണ്ടിയിരിക്കുന്നു.